അമേരിക്കയെ ഒഴിവാക്കാൻ അറബ് രാജ്യങ്ങൾ ആലോചിക്കുകയാണ്. ഈ വിഷയം അറേബ്യൻ അധികാരികളെ അറിയിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. കാര്യം എന്ന് പറഞ്ഞാൽ മേഖല സുരക്ഷിതമാവണമെങ്കിൽ അമേരിക്ക നാട് നീങ്ങണം എന്ന് തന്നെയാണ് അറേബ്യൻ രാജ്യങ്ങളുടെ അഭിപ്രായം. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്ന് അവസാനിക്കും എന്ന് പോലും കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. അവർ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം അമേരിക്കയ്ക്ക് സൈനിക ബേസ് അനുവദിച്ചത് കൊണ്ടാണ് തങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഇപ്പം നിലനിൽക്കുന്നു. അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർക്ക് ബേസുകൾ ഒഴിഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ല. അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പോൾ എത്രത്തോളം കാലം നീണ്ടു പോകുമോ അത്രത്തോളം കാലം അതിൻ്റേതായിരിക്കുന്ന പ്രയാസം അറേബ്യൻ രാജ്യങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക മേഖല, ടൂറിസം മേഖല, വ്യവസായ മേഖല എല്ലാത്തിനെയും സാരമായിട്ട് ബാധിച്ചിരിക്കുന്നു. അത് രാജ്യങ്ങളെ മാത്രമല്ല, രാജ്യത്ത് ജോലി ചെയ്യുന്ന മറ്റ് തൊഴിലാളികൾക്ക് നേരെയും ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം വീണ്ടും വീണ്ടും കൂടുക എന്നല്ലാതെ അതിനൊരു ഇളവ് വരാനുള്ള സാധ്യത തീരെ കുറവാണ് എന്നുകൂടി വിലയിരുത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ പറഞ്ഞത് മുൻപ് പറഞ്ഞതിൽ നിന്ന് കുറച്ചും കൂടി കണിശമായിരിക്കുന്ന നിലപാടെടുത്തുകൊണ്ട് അവർ പറയുന്നു, തീർച്ചയായിട്ടും ഈ വിഷയത്തിന് ഒരു ശാശ്വതമായിരിക്കുന്ന പരിഹാരം ഉണ്ടാവണം. ആ പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ തങ്ങൾ മറ്റ് മാർഗം സ്വീകരിക്കും എന്നുള്ളതാണ്. മറ്റ് മാർഗം എന്ന് പറയുന്നത് തങ്ങൾ ചൈനയെയും റഷ്യയെയും സ്വീകരിക്കപ്പെടുന്ന രീതിയിലേക്ക്, അതായത് ഒമാൻ സ്വീകരിച്ച നിലപാടിനെ പിന്തുടരാൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് താല്പര്യമുണ്ട്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. മേഖല സുരക്ഷിതമാക്കാൻ അമേരിക്ക ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയങ്ങൾ അവസാനിച്ചു. അതിന് തങ്ങളുടെ രാജ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക തന്നെ നിൽക്കണം എന്നൊന്നുമില്ല. അത് റഷ്യ ആയാലും ചൈന ആയാലും തങ്ങളത് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ നയങ്ങളുടെയും നിലപാടിൻ്റെയും സ്ഥിതി കാര്യങ്ങളൊക്കെ മാറി മാറി തുടങ്ങിയിരിക്കുന്നു. കണിശമായിരിക്കുന്ന ചില നിലപാടിലേക്കും സമീപനത്തിലേക്കും അറേബ്യൻ രാജ്യങ്ങൾ മാറുന്നു എന്നുള്ളത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ വിഷയങ്ങളുണ്ടാക്കിയാണ്. ഇതോടനുബന്ധിച്ച് അമേരിക്കയ്ക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അമേരിക്കയുടെ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ യുദ്ധവിരുദ്ധ റാലികളും പ്രശ്നങ്ങളും നടക്കുന്നു. ഇസ്രായേലിനും സമാനമായിരിക്കുന്ന സ്ഥിതിയാണ്. 10,000 പങ്കെടുക്കുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളും യുദ്ധ റാലികളും ഇസ്രായേലിൻ്റെ അകത്ത് നടക്കുന്ന സമയത്ത് ആഭ്യന്തരമായിരിക്കുന്ന ഒരു സംഘർഷത്തിലേക്ക് ആ രാജ്യം നീങ്ങുന്നു എന്ന് പോലും സംശയിക്കുന്ന രീതിയിലേക്കാണ് അവസ്ഥകൾ പോകുന്നത്. കാര്യം സുരക്ഷിത മേഖലയായി ഇസ്രായേലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം വിശാലമാക്കപ്പെട്ട രാജ്യമായതുകൊണ്ട് ഒരിടത്തുനിന്ന് ഒരിടത്തിലേക്ക് മാറി താമസിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് സാധിക്കും. അതൊരു പരിധിവരെ അങ്ങനെ സാധിക്കും. എന്നാൽ ഇസ്രായേൽ ചുരുങ്ങിയ രാജ്യമാണ് എന്നതിനാലും മാത്രമല്ല എല്ലാ മേഖലയും ഇറാൻ്റെ നിരീക്ഷണത്തിലുള്ള പ്രദേശമാണ് എന്നതിനാലും സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ കാരുണ്യമായിട്ട് അവസാനിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചതിന് ശേഷം ഇത്രയും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി അവർ നേരിടുന്നത് ഇതാദ്യമായിട്ടാണ്. അതിൻ്റെ പ്രയാസ ബുദ്ധിമുട്ടുകൾ യഥാർത്ഥത്തിൽ അവർക്കുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ചൈനയുടെയും റഷ്യയുടെയും വിദേശകാര്യ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ അറേബ്യൻ രാജ്യങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ് എല്ലാത്തിൻ്റെയും പേരുകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു മാറ്റമാണ്. അമേരിക്കൻ വിരുദ്ധമായിരിക്കുന്ന ഒരു സംവിധാനം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നതിൻ്റെ തെളിവായിട്ട് നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അറേബ്യൻ രാജ്യങ്ങളുടെ പെട്ടെന്നുള്ള ഈ നിലപാട് മാറ്റം അമേരിക്കയെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഒരുപാട് ഭീഷണി സ്വരങ്ങളെല്ലാം ഈ ഇറാനെതിരെ അമേരിക്കയുടെ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്നു എന്നല്ലാതെ അതിനൊന്നും പ്രത്യേകമായിരിക്കുന്ന ഒരു വില കൽപ്പിക്കുന്ന രീതി ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഇത് അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ ആശങ്കയും പ്രയാസവും ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. മുൻപത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള നിലപാടിലേക്ക് അറേബ്യൻ രാജ്യങ്ങൾ മാറുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ വലിയ പ്രയാസമുണ്ടാക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അറബ് രാജ്യങ്ങളുടെ ഈ നിലപാട് മാറ്റം അമേരിക്കയെ വലിയ രീതിയിൽ ആശങ്കയിലായിരിക്കുകയാണ്. മുൻപത്തെ പോലെ കഠിനമായിരിക്കുന്ന വാക്ക് പ്രയോഗിച്ചുകൊണ്ടൊന്നും ഇറാനെതിരെ ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്.
ആ രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി തങ്ങൾക്ക് മണിക്കൂറുകൾ മതി എന്നുള്ള ആവേശത്തിലായിരുന്നു മുൻപൊക്കെ സംസാരിച്ചത്. 40 ദിവസം കഴിഞ്ഞിട്ടും ഒന്നും ആയിട്ടില്ല എന്ന് മാത്രമല്ല, അമേരിക്കയുടെ സൈനികർ പോലും ഇറാന്റെ കൈവശത്തിലുണ്ട് എന്ന് ഏറെക്കുറെ അമേരിക്ക സമ്മതിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവർക്ക് ഒരു ദിവസം 9,000 കോടി ഡോളറിന്റെ സാമ്പത്തിക നഷ്ടമാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ചില ദിവസങ്ങളിൽ അത് കൂടാറുണ്ട് എന്നുള്ളതുമാണ്. ഇത് ആദ്യഘട്ടത്തിലുള്ള അമേരിക്കയുടെ പ്രതികരണത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നീട് ഈ പ്രതിരോധ സംവിധാനം ശക്തമായതോടുകൂടി ഭീമമായിരിക്കുന്ന സംഖ്യ തന്നെയാണ് നിത്യേന വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഈ പണം അറബ് രാജ്യങ്ങളിൽ നിന്ന് ഈടാക്കുമെന്നുമായിരുന്നു ട്രംപ് പറഞ്ഞത്. ആ വിഷയം അറബ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഭരണാധികാരികൾ അതിന് പ്രതികരിച്ചതോടുകൂടി പിന്നീട് ആ വിഷയത്തിലും ട്രംപ് ആശങ്കയിലായി. അവർ പറയുന്ന കാര്യം, ഞങ്ങളുടെ പണം നൽകേണ്ട കാര്യമില്ല, ഈ യുദ്ധം ഞങ്ങൾക്ക് വേണ്ടി നടത്തുന്നതല്ല, അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയോ അല്ലെ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടിയോ അമേരിക്ക നടത്തുന്ന യുദ്ധത്തിന് എന്തിനു വേണ്ടിയാണ് അറബ് രാജ്യങ്ങൾ പണം നൽകുന്നത് എന്ന ഒരു മറുപടി ചോദ്യവും അറേബ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ റഷ്യയും ചൈനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെത്തുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അമേരിക്കക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ മേഖലയിൽ അവരുടെ ആധിപത്യം ഉണ്ടാകുന്ന സമയത്ത് സാമ്പത്തിക മേഖല വല്ലാത്ത രീതിയിൽ സാരമായിട്ട് അമേരിക്കയെ ബാധിക്കും എന്ന് തന്നെ അവർ കണക്കൂട്ടുന്നു. അതിൽ നിന്ന് ഒയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു പോംവഴി എന്ന് വെച്ചാൽ പ്രശ്നപരിഹാരമാണ്. പ്രശ്നപരിഹാരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇളവ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അതൊരിക്കലും ഉണ്ടാവില്ല. കാര്യം അവർ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. മാത്രമല്ല അവർ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണ്, വളരെ ന്യായമാണ്. ലോകം അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അമേരിക്കയുടെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ, ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വെച്ച് മറ്റൊന്നും പരസ്യമായിട്ടില്ല എന്നുള്ളത് വലിയ പ്രയാസം അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന കാര്യമാണ്. അവർ പല ഘട്ടത്തിലും പല രാജ്യങ്ങളോട് സഹായം ചോദിച്ചു, ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നുള്ള കാര്യം. ജോ ബൈഡൻ്റെ കാലത്ത് ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ അറേബ്യൻ രാജ്യങ്ങളോട് ആദ്യഘട്ടത്തിൽ തന്നെ സഹായം ചോദിച്ചിരുന്നു. സൗദി അറേബ്യയുടെയും UAE, ബഹ്റൈൻ, ഈജിപ്ത് എന്നീ ചെങ്കടൽ പങ്കിടുന്ന രാജ്യങ്ങളോട് തങ്ങളുമായിട്ട് സഹകരിക്കണമെന്നും ഈ മേഖലയിലുള്ള ഹൂത്തികളുടെ സർവാധിപത്യം ഭാവിയിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ അതിനോട് ആരും ഒരു അനുഭാവപരമായ രീതിയിലുള്ള ഒരു പ്രകടനം നടത്തുകയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. കാര്യമെന്ന് പറഞ്ഞാൽ അതിന് എതിരെ സംസാരിച്ചു എന്നുള്ളത് പോലും അന്ന് ജോ ബൈഡന് വലിയ പ്രയാസമാക്കിയിട്ട് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏൽക്കും എന്നുള്ളതാണ്. അതിന് സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്ന മറുപടി, ഒരു തരത്തിലും ഹൂത്തികളെ പരാജയപ്പെടുത്തി ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആധിപത്യം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. തങ്ങളത് പല ഘട്ടങ്ങളിലും അനുഭവിച്ചതാണ്. നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തതിനപ്പുറമാണ് അവരുടെ സംഘശക്തി, സൈനിക ശക്തി, സൈനിക ബലം. ഈ കാര്യത്തെക്കുറിച്ചാണ് അവർ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. യഥാർത്ഥത്തിൽ ഏറെക്കുറെ ആ പറഞ്ഞത് കൃത്യമാണ് എന്ന് പിന്നീട് ബോധ്യപ്പെടുകയും ചെയ്തു. ചെങ്കടൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഒരു കരാർ വ്യവസ്ഥയോട് കൂടിയിട്ടാണ് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചത്. അതല്ലാതെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തതല്ല. രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ വീണ്ടും സഹായം ചോദിച്ച സമയത്തും ഇതേ അഭിപ്രായവും നിലപാടും തന്നെയാണ് പറഞ്ഞത്. വിജയിക്കാത്ത ഒരു യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തങ്ങളില്ല എന്നുള്ള പ്രതികരണമാണ് അറബ് രാജ്യങ്ങളിൽ നിന്ന് ആദ്യമായിട്ട് തന്നെ വന്നത്. അതോടുകൂടി ഈ വിഷയം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. പ്രശ്ന പരിഹാരമാണ് ഉദ്ദേശമെങ്കിൽ ഇറാനുമായിട്ട് സഹകരിച്ചുകൊണ്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. അതല്ലാത്ത രീതിയിൽ ഇതിനൊരിക്കലും പരിഹാരമുണ്ടാകാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ള നിലപാട് യഥാർത്ഥത്തിൽ ഇപ്പോൾ അറബ് രാജ്യങ്ങൾ എത്തിയിരിക്കുന്നു. മുൻപത്തെ പോലെ അല്ല. നിലപാടുകളൊക്കെ കൃത്യമായ രീതിയിൽ ഉറക്കെ പറയുന്ന രീതിയിലേക്ക് അവരുടെ ഭരണ സംവിധാനം മാറിയിരിക്കുന്നു എന്നുള്ളത് അമേരിക്കക്ക് അലോസരമുണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. ഈ നിലപാടുകളെല്ലാം, അതായത് റഷ്യയും ചൈനയും അംഗീകരിക്കണം എന്നുള്ള, റഷ്യയും ചൈനയും തങ്ങൾ സ്വീകരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക ജനിപ്പിക്കുന്ന സംഭവം. അപ്പോൾ രണ്ടാം ഘട്ട ചർച്ച വീണ്ടും ആരംഭിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ വിഷയത്തിനൊക്കെ പരിഹാരമുണ്ടാകും എന്നൊക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതും വലിയ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ്: അമേരിക്കക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയാത്ത ഒരു യുദ്ധമാണ് ഇപ്പോൾ അവർ വരുത്തി തീർത്തിരിക്കുന്നത്. അവർക്കൊരിക്കലും ഇതിൻ്റെ മേൽ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. വിജയം എന്ന് പറയുന്നത് ഈ സംഘശക്തിയോട് കൂടിയിട്ട് ബുദ്ധിപരമായ രീതിയിൽ പ്രതിരോധിക്കേണ്ടതാണ്. സൈനിക ശക്തി കൊണ്ട് മാത്രം അതിജീവിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇറാൻ ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ
ലോകത്തെ ഇറാൻ കീഴടക്കിയിരിക്കുന്നു എന്ന തരത്തിലാണ്. ലോകത്തിൻ്റെ പിന്തുണ നിലവിൽ അമേരിക്കക്കല്ല, ഇറാനാണ് ഉള്ളത്, ഇറാനോടൊപ്പമാണുള്ളത്. അത് തന്നെ വലിയ രീതിയിലുള്ള വിജയം ഇറാൻ ഉണ്ടാക്കി കൊടുക്കുന്നു. പരസ്യമായ രീതിയിൽ ഒരു രാജ്യവും അമേരിക്കയെ പിന്തുണക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും വലിയ രീതിയിലുള്ള വിഷമങ്ങളും ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല, യാതൊരു സംശയവുമില്ല.